ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് എടുക്കാൻ വേണ്ടി പോണത് ഡെവലപ്മെൻറ്റ് ഓർ എവല്യൂഷൻ ഓഫ് സാപ്സ് ആണ്. സാപ്സ് എന്ന് പറഞ്ഞാൽ പാരലൽ ലോൺസിൻ്റെയും ബാക്ക് ടു ബാക്ക് ലോൺസിൻ്റെയും ഒരു എക്സ്റ്റൻഷനാണെന്നാണ് പറയണത്. എക്സ്ചേഞ്ച് കൺട്രോൾ റെഗുലേഷൻ ഉണ്ടായിരുന്നിട്ടും അബ്രോഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഫിനാൻസ് നൽകുന്നതിനുള്ള ഒരു മാർഗ്ഗമായിട്ട് ലേറ്റ് 1960s-ലും 1970s-ലുമായിട്ട് പാരലൽ ലോൺസും ബാക്ക് ടു ബാക്ക് ലോൺസും പോപ്പുലർ ആയിരുന്നു എന്നാണ് പറയണത്. പാരലൽ ലോൺസിൽ അറ്റ്ലീസ്റ്റ് 4 പാർട്ടീസ് ഇൻവോൾവ്ഡ് ആണെന്നാണ് പറയുന്നത്. യൂഷ്വലി ഈ പാർട്ടീസിൽ 2 പെയേഴ്സ് ഓഫ് അഫിലിയേറ്റഡ് കമ്പനീസും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പാരലൽ ലോൺസിൽ സാധാരണയായിട്ട് ഓരോ കമ്പനിയുടെയും ഒരു അഫിലിയേറ്റിൽ നിന്ന് അനദർ കമ്പനിയുടെ അഫിലിയേറ്റിലേക്കുള്ള ലോൺ കൺസിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ലോൺസ് ഡിഫറെൻറ്റ് കറൻസിയിലായിരിക്കും. ബാക്ക് ടു ബാക്ക് ലോൺസ് പാരലൽ ലോൺസിന് ഭയങ്കര സിമിലറാണെന്ന് പറയുന്നത്. പക്ഷേ ഒന്നുകൂടെ സിമ്പിളാണ്, കാരണം ഇതിൽ 2 പാർട്ടീസാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ടു ബാക്ക് ലോൺസ് പാർട്ടീസിൽ ഒരേ സമയം ലോൺ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഡിഫറെൻറ്റ് കറൻസീസിലാണ്. എന്നാലും പാരലൽ ഫിനാൻസും ഫിനാൻസും എളുപ്പത്തിൽ തന്നെ കിട്ടും. അതേസമയം കമ്പനികൾക്ക് ഫ്ലോട്ടിംഗ് റേറ്റ് ഫിനാൻസിനെ റേസ് ചെയ്യാൻ കൂടുതൽ എക്യുപ്ഡ് ആവുന്നു. ഈ പീരീഡിൽ സാപ്സ് ഡൺ ചെയ്യണത് മാച്ച്ഡ് ബേസിസിലാണ്. സാപ്സ് എൻ്റർ ചെയ്യുക അതർ സൈഡിൽ നിന്ന് എക്സാക്റ്റ് മാച്ച് അവൈലബിൾ ആവുമ്പോൾ മാത്രമാണ്. ഇനി അടുത്ത ഒരു ടോപ്പിക്ക് പറയുന്നത് സ്ട്രക്ചർ ഓഫ് സാപ്പ് ഡീലിംഗ് ഫോർ റിസ്ക് മാനേജ്മെൻറ്റ്. ഒരു സാപ്പ് എന്ന് പറയുന്നത് 2 പാർട്ടീസ് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് പറയുന്നത്. ഇതൊരു പീരിയോഡിക് ഇൻ്റർവെൽസിൽ ഒരു സം ഓഫ് മണിക്ക് പകരം വേറൊരു സം ഓഫ് മണി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. 2 കമ്പനീസ് പെർഫെക്റ്റ് മാച്ചിങ് ഓഫ് നീഡ്സ് ഫൈൻഡ് ചെയ്യുമ്പോഴാണ് ഒരു സാപ്പ് കോൺട്രാക്റ്റ് തുടങ്ങുന്നത് എന്നാണ് പറയുന്നത്. മാച്ചിങ് ആയിട്ടുള്ള കൗണ്ടർ പാർട്ടി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടാണെന്നാണ് പറയുന്നത്. ഒരു ഇൻ്റർമീഡിയറി ഇൻവോൾവ് ചെയ്താലാണ് ഈ ഒരു ഡിഫിക്കൽട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ ഒരു സാപ്പ് ഡീലർന്ന് നോർമലായിട്ട് പറയുന്നത് ബാങ്ക് ആയിരിക്കും. നോർമലി ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ ഒരു സാപ്പ് ഡീലർ എന്ന് പറയുന്നത് ബാങ്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. മാച്ചിങ് കൗണ്ടർ പാർട്ടീസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ബാങ്കിന് ഈസിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ബാങ്ക് സാപ്പ് ഡീല് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സാപ്പിൻ്റെ ബേസിക് ഫോം ഇൻട്രസ്റ്റ് റേറ്റ് സാപ്പാണ്. സാപ്പിൻ്റെ സ്ട്രക്ചർ ഇൻട്രസ്റ്റ് റേറ്റ് സാപ്പിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ മുന്നേ പറഞ്ഞ പോലെ ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ ബാങ്ക് കൗണ്ടർ പാർട്ടീസ് വിത്ത് മാച്ചിങ് നീഡ്സിനെ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പാർട്ടീസ് ഒരു സെർട്ടൻ പീരീഡ് ഓഫ് ടൈമിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് എഗ്രി ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് സാപ്പിൻ്റെ മെനി വേരിയൻസിൽ ലാർജ്ലി ഫെമിലിയർ ടൈപ്പായ സ്വാപ്പാണ് ഫിക്സഡ് ഫ്ലോട്ടിംഗ് റേറ്റ് സ്വാപ്പ്. ഈ സ്വാപ്പിൽ കൗണ്ടർ പാർട്ടീസിൽ ഒരാൾ മറ്റൊരാൾക്ക് ഫിക്സഡ് റേറ്റ് പേയ്മെൻറ്റ്സ് നടത്താൻ എഗ്രി ചെയ്യുന്നു. ഇൻ റിട്ടേൺ സെക്കൻഡ് കൗണ്ടർ പാർട്ടി ഫസ്റ്റ് കൗണ്ടർ പാർട്ടിക്ക് ഫ്ലോട്ടിംഗ് റേറ്റ് പേയ്മെൻറ്റ്സ് നടത്താൻ എഗ്രി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ 2 പേയ്മെൻറ്റ്സിനെ പറയുന്നതാണ് ലെഗ്സ് ഓർ ദ സൈഡ് ഓഫ് ദ സാപ്പ്. ഫിക്സഡ് റേറ്റിനെ പറയുന്നതാണ് സ്വാപ്പ് കൂപ്പൺ. പേയ്മെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹൈപ്പോത്തറ്റിക്കൽ എമൗണ്ട്സിൻ്റെ ബേസിസിലാണ്. അതിനെ പറയുന്നതാണ് നോഷണൽ പ്രിൻസിപ്പിൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു കമ്പനി സാപ്പ് അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റീസൺസ് ഉണ്ടായിരിക്കും. കാരണം എക്സിറ്റ് ചെയ്യാം. ഇത് ചെയ്യുന്നതിന് റിമൈനിങ് മെച്യൂരിറ്റി പീരീഡ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് പൊസിഷനിലുള്ള വേറൊരു സാപ്പ് കോൺട്രാക്റ്റിൽ കമ്പനിക്ക് എൻ്റർ ചെയ്യാം. പകരമായിട്ട് കമ്പനിക്ക് സാപ്പ് മാർക്കറ്റിലേക്ക് അടയാളപ്പെടുത്തി സെൽ ചെയ്യാനും ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസിൻ്റെ ഡിറക്ഷനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു ഹിറ്റ് ഓർ ബുക്ക് പ്രോഫിറ്റ് നേടാനും പറ്റുന്നതാണ് പറയുന്നത്. പിന്നെ മാർക്കറ്റിൽ സോൾഡ് ചെയ്ത ഏതൊരു സാപ്പിനെയും സീസണഡ് സ്വാപ്പ് എന്നാണ് പറയുന്നത്.